ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് DP സ്വിച്ചാണ്. അത് മോട്ടറിന് വേണ്ടിയിട്ട് നമ്മൾ കണക്ഷൻസ് കൊടുക്കുന്ന DP സ്വിച്ച്, അത് സ്ലൈഡർ എന്ന് പറയുന്ന കമ്പനിയുടെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ സ്ലൈഡർ എന്ന് പറയുന്ന കമ്പനിയുടെ തന്നെ മൊത്തം ഷീറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് വരിക്കുന്ന മൊത്തം സ്വിച്ചുകൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ സോക്കറ്റുകൾ വരുന്നുണ്ട്, പിന്നെ അതുപോലെ USB ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് മൊബൈൽ ചാർജിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന പോർട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന 32 ആംസ്, ഇതാണ് നമ്മൾ കൊടുക്കുന്ന 32 ആംസ് മെയിനായിട്ട് നമ്മുടെ മോട്ടറിലേക്ക് കണക്ഷൻ കൊടുക്കുന്ന DP സ്വിച്ച്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡും, അതായത് ന്യൂട്രും ഫേസും കട്ടാവുന്ന രീതിയിൽ തന്നെ വേണം നമ്മൾ മോട്ടറിലേക്ക് കണക്ഷൻസ് കാര്യങ്ങൾ കൊടുക്കാനായിട്ട്. 32 ആംസിൻ്റെ DP സ്വിച്ച് ആകുമ്പോൾ രണ്ട് സെക്ഷൻ, അതായത് രണ്ട് സ്വിച്ചിന് തുല്യമായിട്ടാണ് വരുന്നത്. 32 ആംസ് വരെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ കണക്ഷൻസ് എങ്ങനെയാണെന്ന് ആദ്യമേ തന്നെ നോക്കണം. ഏത് DP സ്വിച്ച് കിട്ടിയാലും നമുക്ക് അതിൻ്റെ കണക്ഷൻസ് കറക്റ്റായിട്ട് നോക്കണം. ചില സെക്ഷനിൽ റൈറ്റും ലെഫ്റ്റും തമ്മിൽ അങ്ങോട്ട് ലിങ്കിങ് കറക്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് മാർക്ക് ചെയ്യുന്നത് കറക്റ്റ് ചെയ്ത് അറിയാൻ പറ്റും. നിങ്ങൾ നോക്കിയാൽ ഡയഗ്രാം ഉണ്ടാവും. ഏത് സ്വിച്ചിൻ്റെ ബാക്കിൽ നോക്കിയാലും അതിൻ്റെ ബാക്കിൽ ഒരു ഡയഗ്രാം കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. കണ്ടോ, L1 L2 N1 N2, അതായത് താഴെ നിന്ന് കണക്ഷൻസ് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് മുകളിലേക്കാണ് വരുന്നത്. അതായത് റൈറ്റ് സൈഡ് ഉള്ള സെക്ഷനിൽ നിന്ന് റൈറ്റ് സൈഡിൻ്റെ മുകളിലേക്ക്, ലെഫ്റ്റ് സൈഡിൻ്റെ ഉള്ള സെക്ഷനിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൻ്റെ മുകളിലേക്ക്, ഇങ്ങനെയാണ് കണക്ഷൻസ് വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മളെപ്പോഴും കൊടുക്കേണ്ടത് MCBയിൽ നിന്നുള്ള ഇന്ന കാര്യങ്ങൾ നമുക്ക് ഒന്നല്ലെങ്കിൽ താഴെ കൊടുക്കാം, അല്ലെങ്കിൽ L1 N2ലേക്ക് കൊടുക്കാം. ഏതാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ നിന്ന് ഔട്ട്, അതായത് മോട്ടറിലേക്ക് ഔട്ട് പോകുന്ന സെക്ഷൻ എവിടെയാണോ വരുന്നത് ആ സെക്ഷനിലാണ് നമ്മൾ ഇൻഡിക്കേറ്റർ കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും മുകളിലായിട്ടാണ് ഇന്ന് കൊടുത്തിരിക്കുന്നത്. അതായത് ഇന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് നേരെ നമ്മുടെ DBയിൽ നിന്ന് വന്നിരിക്കുന്ന മെയിൻ സെക്ഷൻ MCB സെക്ഷനിൽ നിന്ന് വരുന്ന ഫേസ് ന്യൂട്രാണ് വന്നിരിക്കുന്നത്. അതിന് ഫേസ് മഞ്ഞ വയറും ന്യൂട്രൽ വന്നിരിക്കുന്നത് നീല വയറുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഫേസ് വന്ന് ഇന്നായിട്ട് കൊടുത്തു. ഔട്ട് വരുന്ന സമയത്ത് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് നേരെ സെക്ഷൻ താഴേക്കായിട്ടാണ് ലിങ്കിങ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണെങ്കിലും ഈ പറഞ്ഞ ലെവലിൽ ഇൻഡിക്കേഷൻ കൊടുത്തിരിക്കുന്നത് ഉണ്ടാവും. അപ്പം നമ്മൾ മോട്ടറിന് കൊടുത്തിരിക്കുന്ന ഇൻഡിക്കേഷൻ കൊടുത്തിരിക്കുന്നത് സ്വിച്ചിന് വേണ്ടിയിട്ടുള്ള, അതായത് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ടിൽ കാണുന്ന ലൈറ്റ് കണ്ടോ, അതാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഔട്ട് എവിടെയാണോ പോകുന്നത് അതിലേക്ക് നമ്മൾ ഇൻഡിക്കേറ്റർ കൊടുക്കണം എന്ന് പറഞ്ഞ് കറക്റ്റായിട്ട് നമ്മൾ ഓർത്തിരുന്നാൽ മതി. അതായത് ഇന്നിൽ ഒരിക്കലും ഇൻഡിക്കേഷൻ കൊടുക്കരുത്, ഫുൾ ടൈം തെളിഞ്ഞ് കിടക്കും. സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് മാത്രമേ ഔട്ട് പോകുന്ന സ്ഥലത്ത് എവിടെയാണോ ഏത് സെക്ഷൻ ആ സെക്ഷനിലേക്ക് മാത്രം ഇൻഡിക്കേറ്റർ കൊടുക്കുക. അപ്പോൾ അതാണ് നമ്മൾ സ്ലൈഡറിൻ്റെ മോഡൽ, ഇതാണ് നമ്മൾ പരിചയപ്പെട്ടത്. 32 ആംസിനാണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ പല കമ്പനികളും ഉണ്ട്, ഗോൾഡ് മെഡൽ, GM, അതുപോലെ തന്നെ ഹൈഫൈ, ലെഗ്രാൻഡ്, അങ്ങനെ പല കമ്പനികളുടെയും DP സ്വിച്ചുകൾ വരാറുണ്ട്. അപ്പോൾ ഓരോ DP സ്വിച്ചിൻ്റെ കണക്ഷൻസ് നമ്മൾ ഇതിൻ്റെ ബാക്കിൽ ഡയഗ്രാം നോക്കിയിട്ട് വേണം കൊടുക്കാനായിട്ട്. കാരണം ചില സമയത്ത് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ആയിരിക്കും പൊസിഷൻസ് ഓൺ ഓഫ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് അത് കറക്റ്റ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഫേസും ന്യൂട്രൽ നമ്മൾ കൂട്ടിമുട്ടാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ്. സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് രണ്ടും തമ്മിൽ കൂട്ടിമുട്ടി ട്രിപ്പ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് DP സ്വിച്ചിൻ്റെ ബാക്ക് നോക്കി ഡയഗ്രാം നോക്കിയിട്ട് വേണം ഏത് ടൈപ്പാണെന്ന് കറക്റ്റ് മെൻഷൻ ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്ലൈഡറിൻ്റെ സ്വിച്ചുകളും സോക്കറ്റുകളാണ് നമ്മൾ ഈ കാണുന്നത്. പിന്നെ അതിൻ്റെ പ്ലേറ്റ് കാര്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം സ്ലൈഡറിനെ കുറിച്ചിട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്. അത് തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.